ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് മണി കൺസെപ്റ്റ് ടൂൾസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റിന്റെ ടൂൾസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിൽ കുറേ പേര് സൗണ്ട് ഇഷ്യൂ ഉണ്ട്, മറ്റേ ക്ലിയർ ഇല്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ സ്മാർട്ട് മണിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നേരിട്ട്. സ്മാർട്ട് മണി ടൂൾസിനെ കുറിച്ച്, അതായത് 4 വേണ്ടപ്പെട്ട സ്മാർട്ട് മണി ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ, അതേപോലെ തന്നെ കമൻറ്റും ചെയ്തോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്താൻ പോണ ടൂൾസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ആണ്. ഓക്കെ, ട്രെൻഡ് ലൈൻ സ്മാർട്ട് മണിയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യാനാണ്. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ ടൂൾ എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിൽ ഏറ്റവും മുകളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ Alt+T എന്നുള്ളത് ഷോർട്ട് കട്ട് കീ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈൻ സ്മാർട്ട് മണിയിൽ നമ്മൾ ബോസ് വരയ്ക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ട്രെൻഡ് ലൈൻ എന്നുള്ള ടൂൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് മണിയിൽ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ടൂളാണ് ഏത്, നമ്മളെ റെക്റ്റാങ്കിൾ ടൂൾ, അതല്ല ഓർഡർ ബ്ലോക്ക്. ഓക്കെ, റെക്റ്റാങ്കിൾ ടൂൾ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യും. സോ ഓർഡർ ബ്ലോക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്ക് ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. സോ ഓർഡർ ബ്ലോക്ക് എവിടെയായിട്ട് വരിക, മേലത്തെ ഈ ഒരു ക്യാൻഡിൽ മൊത്തമായിട്ടാണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരിക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് എവിടെ വരും, ഓർഡർ ബ്ലോക്ക് ഈ ഒരു ഫുൾ ക്യാൻഡിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, സോ ക്യാൻഡിലും ട്രെൻഡ് ലൈനും ഓർഡർ ബ്ലോക്കും ആണ് സ്മാർട്ട് മണിയിൽ മെയിൻ ആയിട്ട് വേണ്ടത്. ഓർഡർ ബ്ലോക്ക് എവിടെ കിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 ആറാമത്തെ റോയില് അടിയിൽ ഷേപ്സിൽ റെക്റ്റാങ്കിൾ ടൂളാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക, ഓർഡർ ബ്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യുക. ഓർഡർ ബ്ലോക്കിന്റെ ഷോർട്ട് ഫോം Alt+Shift+R. Alt+Shift+R ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ബ്ലോക്ക് വരും. ഓക്കെ, സോ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ടൂള് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊസിഷൻ ടൂളാണ്. സോ പൊസിഷൻ ടൂളിന് നിങ്ങൾ എവിടെ വരണം, 1 2 3 4 5 ലെഫ്റ്റ് സൈഡിൽ 5 ടൂൾ, അതായത് നമ്മളെ ഓർഡർ ബ്ലോക്കിന്റെ മേലെയുള്ളതിൽ പ്രൊജക്ഷനിൽ ഫസ്റ്റത്തെ 2 ടൂൾസ് ആണ്. ഒന്ന് ലോങ്, അതായത് ബൈ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ബൈ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈ. ഇനി അടുത്തത് സെല്ലാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ഇട്ടു, ഇവിടേക്ക് അടിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോർട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബൈയും സെല്ലിനും ഉള്ള പ്രൊജക്ഷൻ ടൂൾ, അതായത് ബൈ പൊസിഷനും ഷോർട്ട് പൊസിഷനും ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇടുക. ഓക്കെ, സോ ഈ ടൂള് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂൾ തന്നെയാണ് നമ്മളെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ റിസ്ക് റിവാർഡൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ റിസ്ക് കൺട്രോളിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു ടൂളാണ്. അതേപോലെ തന്നെ അവസാനത്തെ ടൂളാണ് ഇത് നമ്മളുടെ ടൂള്, ഫെബിനാച്ചി റിട്രേസ്മെന്റ് എന്നുള്ള ടൂള്. അത് 1 2 3 ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തേൽ ഫെബിനാച്ചി എന്നുള്ളതിന് തന്നെ ഫെബ് റിട്രേസ്മെന്റ് Alt+F ഫെബ് റിട്രേസ്മെന്റ് എന്നുള്ള ടൂള്. സോ ഇത് ഇവിടെ ഞെക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, ഇവിടെ എത്തിയപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് അടിച്ചു, ഇവിടെ എത്തിയപ്പോൾ ഫുൾ ടാർഗറ്റ് അടിച്ചു. ഈ 4 ടൂൾസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ സ്മാർട്ട് മണി, അതായത് നമ്മളെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ ഞാൻ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മളുടെ ട്രേഡിംഗ് കോഴ്സിന്റെ ബേസിക് സെക്ഷൻ ഇവിടെ തീരാണ്, ഈ വീഡിയോയുടെ തീരാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഇനി നമ്മൾ അഡ്വാൻസ് സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ടൂൾസിനെ കുറിച്ച് പറഞ്ഞതാണ് ഇതിനെ കുറിച്ച്. ഓക്കെ,
ടൂൾസ് ആണ്, ആ മെയിൻ ടൂൾസ് ആണ് ഇത്. ഈ 4 ടൂൾസ് ആണ് നമുക്ക് എന്തായാലും മെയിൻ ആയിട്ട് വേണ്ടത്. ഇനി നമ്മൾ ഈ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോണത്? ടെക്നിക്കൽ അനലൈസും SMCയും CRTയും ICT ഒക്കെ നമ്മൾ ഈ ടൂൾസ് വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, BLC ഒക്കെ നമ്മൾ ഈ ടൂൾസ് വെച്ചിട്ടാണ്, പ്രൈസ് ട്രേഡിങ്ങും ഒക്കെ നമ്മൾ ഈ ടൂൾ വെച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്തായാലും ഈ ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ നോട്ടിൽ എഴുതി വെച്ചോ, ട്രെൻഡ് ലൈൻ എന്താണ്, ഓർഡർ ബ്ലോക്ക് എന്താണെന്നൊക്കെ. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ക്ലിയർ ആക്കിയിട്ടുള്ള വീഡിയോ ആണിത്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോ, ഈ വീഡിയോ ഉടനെ തന്നെ വരും. അതേപോലെ തന്നെ എന്താണ്, അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. ഓക്കെ, ക്ലാസ്സുകൾ ഇനി കണ്ടിന്യൂ ചെയ്ത് പോവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.